ഉദ്യോഗാർത്ഥികളിൽ സ്കിൽ ഡെവലപ്മെന്റും സാമ്പത്തിക സാക്ഷരതയും ലക്ഷ്യമിട്ട് കോഴിക്കോട് ഫിൻസ്കോം സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചു. എം.കെ. രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കമ്മ്യൂണിക്കേഷൻ ലാബ് സംവിധാനത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് എം.കെ. രാഘവൻ MP പറഞ്ഞു. തൊഴിൽ സ്ഥാപനങ്ങൾക്ക് ഉചിതമായ ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനമാണ് ഫിൻസ്കോം സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനവും ലോഗോ ലോഞ്ചും എം.കെ. രാഘവൻ MP നിർവഹിച്ചു. മികച്ച തൊഴിൽ നേടാൻ ഭാഷാ പരിചയമുള്ള കഴിവ് അനിവാര്യമാണ്. ഇതിനായി കേരളത്തിൽ കമ്മ്യൂണിക്കേഷൻ ലാബ് സംവിധാനത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് MP പറഞ്ഞു. കേരളത്തിൽ നിർബന്ധമായി ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ലാബ് ആരംഭിക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിക്കണം. നല്ല നല്ല ഫാക്കൽറ്റിയെ കൊണ്ടുവന്ന് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഇതും കൂടി നൽകാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ഫിൻസ്കോം ഗൗരവമായി ആലോചിക്കണം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരുപാട് നല്ല വളരെ പ്രശസ്തമായിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. അവരുടെ ഒരു ക്യാമ്പസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. കാരണം ന്യൂജൻ കോഴ്സുകൾ ഇഷ്ടം പോലെ അവർക്കുണ്ട്. അധ്യാപന രംഗത്തെ പരിചയവും ബിസിനസ് രംഗത്തെയും HR മേഖലയിലെ അനുഭവ സമ്പത്തും ഫിൻസ്കോമിന് ഉപയോഗപ്പെടുത്തുമെന്ന് ചെയർമാൻ അബ്ദുൽ ജലീൽ ഇടത്തിൽ പറഞ്ഞു. ചാർട്ടേഡ് അക്കൌണ്ടന്റിന് നേതൃത്വം നൽകുന്ന പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് കോഴ്സ്, GST, ഇൻകം ടാക്സ്, അഡ്വാൻസ് എക്സൽ എന്നിവ ഓൺലൈനായും ഓഫ്ലൈനായും ലഭ്യമാക്കും. BCom, BBA കോഴ്സ് പൂർത്തിയാക്കിയവർക്കും പഠിക്കുന്നവർക്കും ഫിൻസ്കോം കോഴ്സിന്റെ ഭാഗമാകാം. 3 മുതൽ 5 മാസം വരെ കാലാവധിയുള്ള ഫിൻസ്കോം അക്കാദമിക് സംഘം തയ്യാറാക്കിയ പ്രത്യേക സിലബസ് അടിസ്ഥാനപ്പെടുത്തിയ കോഴ്സുകൾ ലഭ്യമാക്കുന്ന ഫിൻസ്കോമിൽ സ്കിൽ ഡെവലപ്മെന്റും സാമ്പത്തിക സാക്ഷരത ലഭ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് CEO ലിൻഡോ നാരായണൻ പറഞ്ഞു. ഫിൻസ്കോം ടാർഗറ്റ് ചെയ്യുന്ന 2 സെഗ്മെന്റ്സ് ആണ്. ഒന്ന്, നമ്മൾ BCom BBA പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കില്ല് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് നമുക്കറിയാം ദർ ഇസ് എ ഗ്യാപ്പ്, ഒരു ഇൻഡസ്ട്രിയൽ അക്കാദമിക് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച ജോബിലേക്ക് കുട്ടികളെ പ്ലേസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഫിൻസ്കോം ടാർഗറ്റ് ചെയ്യുന്നത്. അതേസമയം നമുക്കൊരു ജോബ് ലഭിച്ചു, അവിടെ നമുക്ക് പ്രോപ്പർ ഇൻകം ഉണ്ട്. പക്ഷെ ആ ഇൻകത്തെ നമുക്ക് എങ്ങനെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം, എങ്ങനെ ഏറ്റവും നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ എംപ്ലോയ് ചെയ്യാം എന്നറിയുന്ന ഫിനാൻഷ്യൽ ലിറ്ററസി. നമുക്കറിയാം അതൊരിക്കലും എഡ്യൂക്കേഷൻ്റെ കൂടെ സംഭവിക്കുന്ന കാര്യമല്ല, ദാറ്റ് മസ്റ്റ് ലേൺ. സോ ആ ഒരു സൊസൈറ്റിക്ക് വേണ്ട ഫിനാൻഷ്യൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതും ഫിൻസ്കോമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചടങ്ങിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ VV നിതിൻ, ചീഫ് ട്രെയിനർ നിർമ്മൽ ദാസ്, നിലമ്പൂർ മാർത്തോമ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് തോമസ്, കാലടി യൂണിവേഴ്സിറ്റി റിട്ടയർഡ് രജിസ്ട്രാർ ഡോക്ടർ ഗോപാലകൃഷ്ണൻ, ഫറൂഖ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ EP ഇമ്പിച്ചിക്കോയ, KP വീരാൻകുട്ടി, റോട്ടറി സൈബർ സിറ്റി പ്രസിഡന്റ് സക്കീർ ഹുസൈൻ മുല്ലവീട്ടിൽ, മെറാൾഡ ജ്വൽസ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഉണ്ണി ഒളകര, പേരാമ്പ്ര ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തരുവായി ഹാജി സിൽവർ, നവാസ് പൂനൂർ, GMI പ്രസിഡന്റ് എഞ്ചിനീയർ PC റഷീദ്, അക്കാദമിക് ഹെഡ് CI അജിൻ V തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. അരയിടത്തുപാലം നോബൽ ബിൽഡിംഗ് 4ാമത്തെ ഫ്ലോറിലാണ് സ്ഥാപനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ